ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടാബിയിലെ ലിമിറ്റ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടാബിൽ ആദ്യം ഒരു ലിമിറ്റ് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് തന്നിട്ടുണ്ടാവും. ആ ക്രെഡിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു പോകുന്നത് ഇതിൽ രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഇതിൽ നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് തന്നു വിചാരിച്ചോ, ഇപ്പോൾ ഒരു 1000 ദിർഹംസ് ക്രെഡിറ്റ് ഒരു തന്നു വിചാരിച്ചോ, അത് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ആ ക്രെഡിറ്റ് എടുത്തു കളയും. ഇനി അതല്ല, ക്രെഡിറ്റിൻ്റെ നമ്മൾ ഒരു ക്രെഡിറ്റ് തന്നിട്ട് അതിൻ്റെ റീപേയ്മെൻ്റ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് ആ ക്രെഡിറ്റ് എടുത്തു കളയും ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ, നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും പർച്ചേസ് ചെയ്യാനുള്ള. ആ ലിമിറ്റും കടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ടാബിൽ 1000 സംതിങ് 1300 ബാലൻസ് ഉണ്ടായിരുന്നു. 5000 ദിർഹംസ് ഉള്ളതിൽ ഞാൻ പർച്ചേസ് ചെയ്തു. അവസാനം 1300 1400 ബാലൻസ് ഉണ്ട്. അത് ആ ബാലൻസ് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ടാബിൽ പൈസ എടുത്തിട്ടല്ല, അല്ലാതെ വേറൊരു എമൗണ്ട്, ഒരു കുറച്ച് വലിയൊരു എമൗണ്ടാണ് ടാബി വഴി ഇട്ടിട്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത് എടുക്കുന്നില്ല. ഈ ടാബിലെ 1300 ഞാൻ എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ബാങ്കിലെ ക്യാഷ് എടുത്തിട്ടാണ് ഈ ടാബിലെ അടവ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ടാബി വഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡൊക്കെ എടുത്ത് വരുമ്പോൾ ടാബി ഓൺ ചെയ്ത് ടാബി കണക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ച് ഫസ്റ്റ് പേയ്മെൻറ്റ് ഇത്ര അടക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ 1300 എന്നുള്ള എൻ്റെ ആ ക്രെഡിറ്റ് 0 ആയിട്ട് മാറി. ഞാൻ ആ ടാബിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ടില്ല, ബാങ്കിൽ നിന്നാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് അടച്ചത്. പക്ഷെ അങ്ങനെ അടച്ചാലും നമ്മൾ ലിമിറ്റ് കഴിഞ്ഞാൽ ഈ സംഭവം എന്ത് ചെയ്യും, അവർ ആ പൈസ 0 ആക്കി. പിന്നെ അവർ പറയുന്നത് നമുക്ക് പേയ്മെൻറ്റ്, നമ്മൾ അടവുണ്ടല്ലോ, അടവിനിട്ട സംഭവം ഉണ്ടല്ലോ, അത് ക്ലിയർ ആക്കണം എന്ന്. അപ്പം അങ്ങനെ അതിലെ ഒരു ബില്ല് ക്ലിയർ ആക്കിയപ്പോൾ ആ പൈസ കുറച്ച് കയറി വന്നു. പിന്നെ വേറെ 1-2 ബില്ലുകൾ ക്ലിയർ ആക്കിയപ്പോൾ കയറി വന്നു. അപ്പോൾ ഓൾറെഡി ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്രെഡിറ്റ് കിടക്കുന്നത് എന്ത് ചെയ്യും, പോകും. അപ്പോൾ ക്രെഡിറ്റ് അതിലുണ്ടായിരിക്കെ നമ്മളെ ലിമിറ്റ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, വലിയ എമൗണ്ടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ. ഒരു മൊബൈൽ മേടിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഐഫോൺ മേടിക്കണം, ഓൾറെഡി നിങ്ങൾ വേറെ ഐഫോണൊക്കെ മേടിച്ചിട്ട് ലിമിറ്റിൽ കഴിയാറായിട്ടുണ്ടാവും. അപ്പോഴാവും നിങ്ങളൊരു 5000-6000 ദിർഹംസിന് ഐഫോൺ എടുക്കുന്നത്. ഐഫോണിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് നിങ്ങൾ വേറെ അക്കൗണ്ടിൽ നിന്നാണ് ഇടുന്നത്. പക്ഷേ ഇതിലുണ്ടായിരുന്ന ആ ലിമിറ്റ് കഴിഞ്ഞാൽ ഈ പൈസ എന്ത് ചെയ്യും, അതിന് ഡൗൺ ആകും, പിന്നെ 0 ആക്കി വെക്കും. പിന്നെ അവർ പറയും ഈ ബില്ലുകളൊക്കെ അടച്ചാൽ അത് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ വീണ്ടും ഈ ബില്ലുകളൊക്കെ അടക്കുമ്പോഴാണ് നമുക്ക് ആ പൈസ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഞാൻ 1-2 ബില്ല് അടച്ചപ്പോൾ വീണ്ടും ആ പൈസ ഇങ്ങനെ തിരിച്ചു വരൽ തുടങ്ങി. അപ്പോൾ ആ പൈസ അവിടെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ വീണ്ടും അടവുകൾ ഇടാൻ നിൽക്കണ്ട. ക്രെഡിറ്റ് തന്നതാണെങ്കിൽ നമ്മളത് ആ കാർഡ് അല്ലെങ്കിൽ ടാബി വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് തീർത്താലേ ആ പൈസ തീർന്നു പോകുന്നു വിചാരിക്കേണ്ട. നമ്മൾ അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പൈസ പോകും. അങ്ങനെയും ലിമിറ്റ് കട്ടായി പോകാം. അപ്പം പല ആൾക്കാരും അങ്ങനെ ഇത്രയും പൈസ ഉണ്ടായിരുന്നു, ആ പൈസ ഇപ്പോൾ കാണുന്നില്ല, 0 ആയി എന്നൊക്കെ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ, അതെനിക്കും കൂടി അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2-3 കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ലിമിറ്റ് നഷ്ടപ്പെടുക. അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്ന്, അവർ തന്ന ക്രെഡിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അതായത് അതിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത് റീപേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കറക്റ്റ് ആകുമ്പോൾ അത് ഇൻക്രീസ് ആവും. 2, കറക്റ്റ് അടവില്ലാതെ അത് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തു എന്നിട്ട് അടക്കാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും 0 ആയി. പിന്നെ ഫുള്ള് അടച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമേ അത് ആ പൈസ വരുള്ളൂ. ഏതെങ്കിലും ഒരു അടവ് അടച്ചാൽ പോലും ചിലപ്പോൾ വന്നൊന്നും വരില്ല, എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷമാണ് അത് തിരിച്ചു വരുള്ളൂ. ചിലപ്പോൾ അത് ബ്ലോക്കായി പോകാനും സാധ്യതയുണ്ട്. മൂന്നാമത്തത് ഞാൻ ഈ പറഞ്ഞത്, ലിമിറ്റിന് ഓവർ ലിമിറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി കിടക്കുന്ന ലിമിറ്റ് ക്രെഡിറ്റ് പോയി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.